ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് നല്ല സോഫ്റ്റ് ഇഡലിയും നല്ല സൂപ്പർ സാമ്പാറും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ ആവശ്യത്തിന് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുത്തത് ഒരു പാത്രത്തിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ഉഴുന്നെടുക്കുക. നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഉഴുന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 6 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്ന പച്ചരിയും ഉഴുന്നും ഉലുവയും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരിയിലേക്ക് അല്പം ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്ന പച്ചരിയും ഉഴുന്നും ഉലുവയും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരിയിലേക്ക് അല്പം ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ പച്ചരി നമ്മൾ ആട്ടിയിട്ടുണ്ട്. ഇനി ഉഴുന്നാട്ടാം. നമുക്ക് ഉഴുന്നാട്ടിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അരച്ച് വെച്ച മാവ് സെറ്റായി പൊങ്ങി കയറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒരെണ്ണം അരിഞ്ഞിടാം. ഞാൻ പച്ചമുളക് ഇടുന്നില്ല. നമുക്ക് മാവിൻ്റെ പരുവത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലിക്കുട്ടത്തിൽ അല്പം വെള്ളം എടുത്ത് ഗ്യാസിൽ വയ്ക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് ഇഡലി തട്ടിൽ മാവ് ഒഴിച്ചിട്ട് ഇഡലികളെല്ലാം ചുട്ടെടുക്കാം. നമ്മുടെ ഇഡലി വെന്ത് കഴിഞ്ഞു. നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് തുമര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനായിട്ട് നമ്മളൊരല്പം പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 4 വിസിൽ ഇരിപ്പിച്ചെടുക്കാം. എൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. കാപ്പിക്കൊക്കെയുള്ള സാമ്പാർ എന്ന് പറഞ്ഞാൽ നല്ല കുറുകുറായിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. സാമ്പാറിനുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി നമുക്കിനി കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മൂത്തതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല പഞ്ഞ് പോലെയുള്ള ഇഡലി, നല്ല സൂപ്പർ സാമ്പാർ റെഡിയായി. എങ്ങനെയുണ്ടെന്ന് പറ കഴിച്ചിട്ട്. സൂപ്പർ അമ്മേ.